ഹലോ, അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ പാൻ ചൂടായി അതിനകത്തേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ചും കൂടി ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ കുറവാണെന്ന് എനിക്ക് തോന്നി, അപ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ചെയ്ത് കൊടുത്തു. നല്ലപോലെ വഴറ്റിയതിന് ശേഷം കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവിയേറ്റിയെടുത്ത ഇതാട്ടോ ഈ കോൺ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയ ശേഷം കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിട്ട് വഴറ്റിയതിന് ശേഷം ഉപ്പ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച് റൈസ് ഇട്ട് കൊടുക്കും. ഇത് കൈമ റൈസ് കേട്ടോ. കൈമ റൈസ് ഒരു 1.5 ഗ്ലാസ് ഉണ്ടാവും. ഇത് അപ്പോൾ 1.5 ഗ്ലാസ് അരി ബാക്കി വന്നപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു റെസിപ്പി. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.